എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ഒരേ ഉത്തരമായിരിക്കും. ഒരു സംശയവുമില്ല, അമ്മ. ഉമ്മയുടെ കാലടികളിലാണ് സ്വർഗം എന്ന് ഖുറാനിൽ പറയുന്നത് തീർത്തും അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ നാമായിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും എല്ലാം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഇറക്കി വയ്ക്കാനുള്ള ഒരു ഇടം തീർച്ചയായിട്ടും അമ്മ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് ശസ്ത്രക്രിയ. നിങ്ങൾ കേട്ടു പരിചയമുള്ള സൂഫി പറഞ്ഞ കഥ എന്നുള്ള നോവലിസ്റ്റായിട്ടുള്ള KP രാമനുണ്ണിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രചനാ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ശസ്ത്രക്രിയ. അതായത് ഇവിടെ ഒരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് ഈ കഥയെ വായിച്ചെടുക്കാൻ സാധിക്കൂ. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമായിട്ടുള്ളവരാവാം. ആ ഒരു ദിവസം ഫിക്സ് ചെയ്ത് ആ ഒരു ദിവസം ആകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആകുലതകളുണ്ട്, സങ്കടങ്ങളുണ്ട്. അത് നമ്മുടെ മാനസിക മണ്ഡലത്തെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം വ്യക്തിത്വത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രത്യേകതകൾക്കും കൂടി അത് കാരണമാവാറുണ്ട്. ഇവിടെ ഈ കഥ ഒരു ചെറുകഥയാണ്. ചെറുകഥ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം രംഗപ്രവേശനം ചെയ്ത് വലിയ ബൃഹത്തായിട്ടുള്ള ഒരു ആശയമാണ് വായനക്കാർക്ക് അത് നൽകുന്നത്. ഇതിൽ ഒരു അമ്മ, ഒരു മകൻ, ആ മകൻ്റെ ഒരു കുട്ടി, ആ മകൻ്റെ ഭാര്യ, 4 കഥാപാത്രങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. ചില അവസരങ്ങളിൽ ഒരു ബോധധാരാതന്ത്രം, അതായത് ഒരു ഫ്ലാഷ് ബാക്ക് രീതിയിൽ കഥ പറയുന്ന ഒരു തന്ത്രം കൂടി നമ്മുടെ KP രാമനുണ്ണി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞതോടുകൂടി അമ്മയിൽ വല്ലാത്ത ഒരു വ്യതിയാനമാണ് കണ്ടത്. അത് ആദിയാണോ എന്നോ അത് ഭയാശങ്കയാണോ എന്നൊന്നും പറയാൻ സാധിക്കാത്ത വിധം വല്ലാത്ത ഒരു നിർവികാരമായിട്ടുള്ള അവസ്ഥ ഈ ഓപ്പറേഷൻ തീരുമാനിച്ച സമയം മുതൽ അമ്മയിൽ ഞാൻ കണ്ടു. കാരണം ഞാൻ ആ അമ്മയുടെ മകനാണ്. എനിക്ക് മാത്രമേ അമ്മയുടെ ആ മാറ്റത്തിനെ തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു എനിക്കെല്ലാം. അമ്മയായിരുന്നു എന്നെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് എനിക്ക് അമ്മയെയും അമ്മയ്ക്ക് എന്നെയും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മയെ തൊട്ടറിയുന്ന ഒരു മനസ്സ് അത് എനിക്കുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള മനസ്സ് നഷ്ടമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മയുടെ ഭർത്താവ് മരിച്ച ശേഷം എന്നെ ഏകസന്തതിയായിട്ട് വളരെയധികം ലാളിച്ച് തന്നെയാണ് എൻ്റെ അമ്മ വളർത്തിയത്. പക്ഷേ സ്നേഹം കൂടുതലായിട്ട് പ്രകടിപ്പിക്കാൻ അമ്മ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അത് ഒരു നാട്ടുനടപ്പാണ്. ഒരു മകനേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുട്ടിയേ ഉള്ളൂ, ഒലക്ക കൊണ്ട് അടിച്ചു വളർത്തണം എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വന്നതുകൊണ്ടോ എന്തോ എൻ്റെ അമ്മ കൂടുതൽ പണമൊന്നും എനിക്ക് നൽകാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നല്ലാതെ കൂടുതലായിട്ട് അതൊന്നും പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് 46 വയസ്സായി. ആ 46 വയസ്സായ സമയത്ത് ഞാൻ വിവാഹിതനാണ്. എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ നടക്കാൻ തീയതി നിശ്ചയിച്ചത്. ഇതുവരെ എന്നെ നോക്കാറില്ലാത്ത, ഇതുവരെ എന്നെ സ്നേഹത്തോടു കൂടി ലാളിക്കാതിരുന്ന അമ്മ ഈ 46ാം വയസ്സിൽ എന്നെ ലാളിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എനിക്ക് തോർത്തുമുണ്ട് കൊണ്ടു തരിക, സോപ്പ് എടുത്തു തരിക, കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തലയിൽ രാസ്നാദിപ്പൊടി തിരുമ്പിത്തരിക, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ അമ്മ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തി വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം
ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു സർജനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യില്ല. ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു കളയേണ്ട അവയവം ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എൻ്റെ ജീവൻ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള, എൻ്റെ ജീവന്റെ കണികകൾ വളർന്നു വലുതായിട്ടുള്ള ആ ഗർഭപാത്രം ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് മുറിച്ചു കളയുക അസാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ വേണുഗോപാലിനെയാണ് ഞാനത് ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് തീർച്ചയായിട്ടും ചെയ്യും. ആ ഒരു അവസരത്തിൽ ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ് ആയി വരുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ ഞാൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മയുടെ മരുമകള് ഗേറ്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവള് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ അമ്മ, അതായത് നമ്മുടെ അമ്മ ഇന്ന് മുതൽ, അതായത് എൻ്റെ മകനെ എനിക്ക് വിട്ടുതരണം, നീ എൻ്റെ കൂടെയാണ് ഇനി കിടക്കേണ്ടത് എന്നുള്ള ഒരു ആവശ്യം, ഒരു പെർമിഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം മരുമകളോട് അപേക്ഷിക്കുന്ന ഒരു മാതൃത്വം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ധാരാളം കാണുന്നതാണ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം ഭാര്യയ്ക്ക് മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വിവാഹം കഴിഞ്ഞ ഒരു പുരുഷന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം ഭാര്യയ്ക്ക് മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മൾ ജീവിച്ച, നമ്മളായി മാറിയിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അമ്മയിലൂടെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ സമ്മാനിച്ചത് ആ സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റ് ആണ് ഒരു മരുമകൾക്ക് ആ തൻ്റെ മദറിലോ അമ്മായി അമ്മയോട് തോന്നേണ്ടത്. എത്ര കണ്ട ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇന്ന് സമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന് മകനെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള പെർമിഷൻ മരുമകൾ ചോദിക്കുന്നു. അങ്ങനെ ആ അമ്മ അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മയോട് കൂടിയാണ് കിടക്കാറുള്ളത്. ഞാൻ ഉറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ എന്നെ താരാട്ടുപാടി ഉറക്കുന്നതും എൻ്റെ തൊടയിൽ കാലിന്മേൽ തൻ്റെ കൈകളെ കൊണ്ട് താരാട്ടുപാടി മെല്ലെ തലോടുന്നതും എൻ്റെ മുടിയിഴകളിൽ കൂടി തലോടുന്നതുമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങിക്കിടക്കുകയല്ല, ഞാൻ ഉണർന്നു കിടക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ എന്നും ഞാനൊരു കുഞ്ഞാണ്. ആ ഒരു കുഞ്ഞായി മാറാനുള്ള ഒരു ശ്രമം കൂടി ഞാൻ ചെയ്യുകയാണ്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു കുഞ്ഞ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേഷനുള്ള ദിവസം അടുക്കുകയാണ്. ഓപ്പറേഷൻ്റെ ദിവസം അടുക്കും തോറും എനിക്ക് നല്ല ഭയമുണ്ട്, അമ്മയുടെ മാനസിക നില തെറ്റിപ്പോകുമോ എന്ന്. ഒരിക്കലും ഞാൻ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് എൻ്റെ അമ്മ ഓപ്പറേഷൻ അടുക്കുന്ന ദിവസം വരേക്കും എൻ്റെ അമ്മയുടെ മനസ്സ് തരളിതമായിട്ട് കൂടുതൽ സന്തോഷവതിയായി കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ ചെറുപ്പത്തിൽ എൻ്റെ തല മൊട്ടയടിക്കാൻ വേണ്ടി പഴനിയിലേക്ക് കൊണ്ടുപോയതും എന്നെ ആദ്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചതും അതുപോലെ തന്നെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അവിടുത്തെ അധ്യാപകൻ വഴക്ക് പറഞ്ഞപ്പോൾ കരഞ്ഞതും ഒക്കെ ഓർത്ത് അമ്മ ആ ഒരു തമാശ എന്നോട് പറഞ്ഞ് ചിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ട് എൻ്റെ ഭാര്യ, അതായത് അവരുടെ മരുമകള് വളരെയധികം വേവലാതിപ്പെടുകയാണ്. കാരണം ഓപ്പറേഷന് പോകുന്ന സമയത്ത് അമ്മയുടെ മാനസിക നില തെറ്റിപ്പോയോ? നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്ന് ആ മകൻ്റെ കൂടെ കിടക്കുന്ന അമ്മ മകനെ തലോടിക്കൊണ്ട് മകനെ ഉറക്കുന്ന കാഴ്ച ഈ മരുമകൾ കാണുകയാണ്. മരുമകൾക്ക് വളരെയധികം സങ്കടം തോന്നി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്മ ഉറക്കിയത് കൊണ്ടുള്ള സങ്കടമല്ല. മരുമകൾ ഓടി തൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ കിടന്നുറങ്ങുന്ന തൻ്റെ മകൻ്റെ തൊടയിൽ മെല്ലെ തലോടി. അവിടെയാണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. എനിക്കും ഇതുപോലൊരു മകനുണ്ട്, ഭാവിയിൽ ഞാനും ഇതേ രീതിയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള തിരിച്ചറിവുള്ള ഒരു മരുമകളെയാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 1-2 രംഗങ്ങളിൽ മാത്രമേ ഈ മരുമകൾ കടന്നു വരുന്നുള്ളെങ്കിലും വളരെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന കഥാപാത്രമാണ് ഈ കഥയിലെ മരുമകൾ എന്ന് പറയുന്നത്. അവസാനം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഈ വൃദ്ധയെ, അതായത് ഈ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മകനും മരുമകളും പേരക്കുഞ്ഞും കൂടി യാത്രയാക്കുന്ന അവസാന രംഗത്തിൽ കണ്ണുകൊണ്ട് അമ്മ മകൻ എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. മകനല്ല ഓപ്പറേഷൻ ചെയ്യുന്നത് എന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. അവസാനം ഡോക്ടർ വേണുഗോപാലിൻ്റെ അടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് വരെ ചെന്ന് ഇനി നിങ്ങൾ ചെയ്തോളൂ എന്ന് കണ്ണുകളെ കൊണ്ട് ഒരു പെർമിഷൻ നൽകിയിട്ട് മകൻ
ഓടി തൻ്റെ റൂമിലേക്ക് ഓടി വരികയും അവിടെ ഹിപ്പോക്രാറ്റസ്, മെഡിസിൻ്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റസിൻ്റെ ഫോട്ടോയിലേക്ക് അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ കൊട്ടേഷനിലേക്ക് നോക്കി അയാൾ ദീർഘനിശ്വാസം വിടുകയാണ്. അവസാനം വേണുഗോപാൽ ഓടി വരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സെഡേഷൻ കൊടുത്തിട്ടും അവർ ഉറങ്ങുന്നില്ല. അവർ എന്നടുത്ത് പറഞ്ഞു അവൻ തന്നെ ചെയ്യണം, അതായത് ഈ മകൻ തന്നെ ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മകൻ ഓടിപ്പോയിട്ട് കയ്യറകളും എല്ലാം ധരിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ശക്തിയും എൻ്റെ കൈകളിലേക്ക് ഊർന്നു വീണതുപോലെ പെട്ടെന്ന് തന്നെ അമ്മയുടെ ആ അവയവമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഗർഭപാത്രം എൻ്റെ കൈ കൊണ്ട് ഞാൻ മുറിച്ച് താഴെ ഇടുകയാണ്. ആ താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് ആ ഒരു ഗർഭപാത്രം താഴേക്ക് വീഴുകയും ആ സമയത്ത് എൻ്റെ മാനസിക മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ആ ഗർഭപാത്രത്തിലാണ് എൻ്റെ ജീവൻ്റെ തുടിപ്പുകൾ ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. ആ ജീവൻ്റെ തുടിപ്പുകൾ ഉത്ഭവിച്ചിട്ടുള്ള ആ കുഞ്ഞു കുട്ടി വലുതായി ആ കൈ കൊണ്ട് തന്നെ ആ അവയവത്തിനെ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ അത് അനുഭവിക്കുന്നവന് മാത്രമേ മനസ്സിലാവൂ. ആ ഒരു ഗർഭപാത്രം ഓപ്പറേഷൻ മുറിച്ചു മാറ്റപ്പെട്ട് അമ്മ സെഡേഷനിൽ നിന്ന് ഉണരുകയും പുതിയൊരു കുഞ്ഞുണ്ടായിട്ടുള്ള, അതായത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണോ ആ ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടുകൂടി നോക്കുന്നത്, അതുപോലെ എൻ്റെ അമ്മ ഞാൻ ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ മുഖത്തേക്ക് വളരെ നിർനിമേഷമായിട്ട് നോക്കുകയും ചെയ്തു. ഈ ഒരു കഥയിൽ നമുക്ക് മാതൃത്വം എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്, എത്ര വില കൊടുത്താലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് മാതൃത്വം. മാതൃത്വം എന്ന് പറയുന്നത് അനുഭവിച്ചറിയേണ്ടതാണ് എന്നുള്ള വലിയ ഒരു മനഃശാസ്ത്ര തലവും കൂടിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കഥയിൽ ഈ അമ്മ എന്തുകൊണ്ട് ശാഠ്യം പിടിച്ചു അല്ലെ? ഈ കഥയിൽ തൻ്റെ മകൻ്റെ കൈകൊണ്ട് തന്നെ ആ ഗർഭപാത്രം മുറിച്ച് നീക്കണമെന്ന് ഈ അമ്മ ശാഠ്യം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഓപ്പറേഷൻ അദ്ദേഹം തന്നെ ചെയ്തത്. ആ ജീവന്റെ തുടിപ്പുകളെ തീർച്ചയായിട്ടും അവൻ ഉത്ഭവിച്ചിട്ടുള്ള ആ ഒരു അവയവത്തെ അവനാൽ തന്നെ അത് നശിപ്പിക്കുകയാണ്. അവന് ആ ഒരു അമ്മയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ, അവൻ തന്നെയാണ് എല്ലാം, അവൻ മാത്രമാണ് ലോകം എന്നുള്ള വലിയ ഒരു തിരിച്ചറിവാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് കൂടിക്കൂടി വരുന്ന വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന അമ്മമാരുടെ അവസ്ഥ കൂടിക്കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഈ കഥ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ഈ ഒരു കഥ പൂർണ്ണമായിട്ടും കേൾക്കുമ്പോൾ ഓരോ വായനക്കാരൻ്റെയും, ഈ കഥ അവസാനിക്കുമ്പോൾ ഓരോ വായനക്കാരൻ്റെയും കണ്ണിൽ ഒരു തുള്ളി കണ്ണീർ പൊടിയാതിരിക്കില്ല. അത് പൊടിയാതെ നിങ്ങൾക്ക് ഈ കഥ കേൾക്കാനും സാധിക്കും. അമ്മ എന്ന നന്മ മരം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു വിശുദ്ധി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാമീപ്യത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അമ്മയും അച്ഛനും എല്ലാം ഉള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു സന്ദേശം, അവരെ ഉള്ളിടത്തോളം കാലം അവരെ കരയിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി അവരുടെ സാമീപ്യം, നിങ്ങളുടെ സാമീപ്യം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.